നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക കോഡ്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ നടിമാർക്ക് ഭയം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ രംഗത്ത് പുറത്തു കാണുന്ന തിളക്കം മാത്രമെന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വേദനകളുടെയും ആകുലതകളുടെയും മേഘങ്ങളാണ് സിനിമയ്ക്ക് മുന്നിലുള്ളത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് കടുത്ത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സിനിമയുടെ തുടക്കം ഘട്ടം മുതൽ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ ഈ രംഗത്തുള്ള വനിതകൾ കേൾക്കേണ്ടി വരുമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേകം കോഡ് പേരുണ്ട്. വഴിവിട്ട കാര്യം ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. ആരെയും നിരോധിക്കാൻ ശക്തിയുള്ളവരാണവർ. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. പോലീസ് ഇടപെടാതെ മാറി നിന്നു എന്നാണ് ഒരു നടി നൽകിയ മൊഴി. സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ മോശ സംഭവങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ക്രിമിനലുകളാണ് സിനിമാ ലോകം നിയന്ത്രിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത മത്സരത്തിനൊരുങ്ങി നീരജ് ചോപ്ര. ഒളിമ്പിക്സിന് പിന്നാലെ അടുത്ത മത്സരം പ്രഖ്യാപിച്ച് നീരജ് ചോപ്ര. വരുന്ന ലോസൈസിൽ ഡയമണ്ട് ലീഗിൽ മത്സരിക്കുമെന്നാണ് നീരജ് ചോപ്ര അറിയിച്ചത്. കൈ അകലെ സ്വർണം നഷ്ടമായെങ്കിലും പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രം കുറിച്ചാണ് നീരജ് ചോപ്ര നാട്ടിലെത്തിയത്. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഇപ്പോൾ ഈ മാസം 22-ന് നടക്കുന്ന ലൊസാനെ ഡയമണ്ട് ലീഗിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ജാവലിൻ താരം. മമതാ ബാനർജിക്കെതിരെ വധഭീഷണി. യുവാവ് പിടിയിൽ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വധഭീഷണി മുഴക്കിയ വിദ്യാർത്ഥി അറസ്റ്റിൽ. 2ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുവെന്നാരോപിച്ചാണ് അറസ്റ്റ്. കൂടാതെ കൊൽക്കത്തയിൽ കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടറുടെ പേരും ചിത്രങ്ങളും പ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതായും പരാതിയുണ്ട്. ആലപ്പുഴയിൽ ലഹരിക്കടിമയായ കൊച്ചുമകൻ വയോധികയെ തള്ളിയിട്ടു കൊന്നു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്ത് 5ാം വാർഡ് കാഞ്ഞിരക്കാട് ലക്ഷം വീട് കോളനിയിൽ ജനാർദ്ദന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. കൊച്ചുമകൻ ജിത്തു ആണ് തള്ളിയിട്ടത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. ജിത്തു സരോജിനിയുമായി വഴക്കുണ്ടാക്കുകയും ഇയാളുടെ ശല്യം സഹിക്കാനാവാതെ സരോജിനി വഴിയിൽ ഇറങ്ങി നിൽക്കുകയുമായിരുന്നു. വീണ്ടും സരോജിനിയുടെ സമീപത്തെത്തിയ ജിത്തു ഇവരെ പിറകിലേക്ക് തള്ളിയിടുകയായിരുന്നു. വഴി കോൺക്രീറ്റ് ചെയ്യുന്നതിനായി നിരത്തിയിരുന്ന കോറി വേസ്റ്റിലേക്കാണ് സരോജിനിയുടെ തലയിടിച്ച് വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെ മരിക്കുകയായിരുന്നു. ശബരിമലയിലെ കേടായ അരവണ വളമാക്കി മാറ്റും. ശബരിമലയിലെ കേടായ 6.5 ലക്ഷത്തിലധികം ടിൻ അരവണ വളമാക്കി മാറ്റാൻ തീരുമാനം. സെപ്റ്റംബറോടെ കേടായ അരവണ പൂർണ്ണമായി നീക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. 1.25 കോടിക്ക് ഏറ്റുമാനൂർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനി കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. 6.5 ലക്ഷത്തിലധികം ടിൻ അരവണ വളമാക്കി മാറ്റാനാണ് കരാർ എടുത്തിരിക്കുന്നത്. 6,65,127 ടിൻ കേടായ അരവണയാണ് സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം വന്നിരുന്നു. പിന്നാലെയാണ് നീക്കം.